അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, എൻ്റെ ശബ്ദം ആരെങ്കിലും കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ ഈ കാര്യങ്ങൾ ഒന്ന് കേട്ടിട്ട് അവനവൻ്റെ ജീവിതത്തിൽ പകർത്താൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചോളൂ. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അവനവന് തന്നെ ദോഷം സംഭവിക്കും, അവനവൻ തന്നെ നരകിക്കേണ്ടി വരും. ഇതെന്തുകൊണ്ട് ഞാൻ പറയുന്നത് വെച്ചാൽ, നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന നമ്മുടെ തൊട്ടടുത്ത ബന്ധുക്കളുണ്ടാവും. നമ്മൾ കുറേ കാലം ഒരുമിച്ച് ജീവിച്ച ഭാര്യയും ഭർത്താവായി ജീവിച്ച ഭാര്യ മരണപ്പെട്ടു, അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെട്ടു, അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ ചിലപ്പോൾ അള്ളാഹു ഭർത്താവിനെ മടക്കിയെടുത്തു, അല്ലെങ്കിൽ ഭാര്യയെ മടക്കിയെടുത്തു, മക്കളെ മടക്കി വിളിക്കുന്നു. എന്തും സംഭവിക്കാം. അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ ഡിപ്രഷനിൽ പോകാതിരിക്കാൻ വേണ്ടി മാത്രം സഹോദരന്മാരെ ഞാൻ സംസാരിക്കുന്നത്. നല്ലോണം ചിന്തിച്ചോ. നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും നമ്മളൊരാളുടെ മരണം, ഒരാളുടെ അഭാവം നമ്മൾ ഡിപ്രഷനിലേക്ക് എത്തിക്കരുത്. അത് വലിയ അപകടമാണ്. തീർച്ചയായിട്ടും വേദന ഉണ്ടോ, ദുഃഖമുണ്ടോ, ഒരുപാട് ദുഃഖം ഉണ്ടാവും, എല്ലാം പൊട്ടിക്കരിയും. സത്യം, കരയണം എന്ന് ഞാൻ പറയാം. എല്ലായിടത്തും കരയണം. ഇന്ന് പ്രശ്നം ഇവിടെ കിടക്കുന്ന വെച്ചാൽ, മരിച്ചു കഴിഞ്ഞ വീട്ടിൽ മിക്കവാറും ശ്രദ്ധിച്ചോന്നറിയില്ല, വലിയ അടിച്ച് പൊളി ഭക്ഷണം. അപ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ മരണപ്പെട്ട വ്യക്തികൾ, ബന്ധുക്കളുണ്ടല്ലോ, ചിലപ്പോൾ ഭാര്യ മരിച്ച ഭർത്താവ് വിങ്ങി പൊട്ടുന്നുണ്ടാവും. പക്ഷേ വിങ്ങിപ്പൊട്ടൽ മറക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ പറഞ്ഞ ഒരു ടെക്നിക്കാണ് പുതിയ. ഭയങ്കര ബുദ്ധിയാണ് പഠിച്ചു. മുസ്ലിം ഉമ്മത്തിന് ഭയങ്കര വിവേകവും. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറം വലിയ ദീനിയായിട്ട് നമ്മൾ ജീവിച്ചു പോയി. അതാണ് വലിയ അപകടം പറ്റിയത്. അതാണ് ദീനം ഉൾക്കൊണ്ട് നമുക്ക് ദീനോട് ഗുണമില്ലാത്തത്. ദീനോട് ഗുണം ഉണ്ടാകണ്ടേ സഹോദരന്മാരെ? നമ്മളെല്ലാം ഇങ്ങനെ പ്രതീക്ഷിക്കുന്ന ദീന് കൊണ്ട് സ്വർഗ്ഗം കിട്ടും നമ്മൾ വിചാരിക്കുന്നത്. എന്നാൽ അതേ ദീന് കൊണ്ട് ദുനിയാവിൽ സമാധാനം കിട്ടുന്നില്ല. ദുനിയാവിൽ ദീന് ഉൾക്കൊണ്ടിട്ട് ജീവിച്ചിട്ട് അതിലൂടെ സമാധാനം, സന്തോഷം, സംതൃപ്തി, മാനസിക ഐശ്വര്യം കിട്ടാത്ത നമ്മൾക്ക് ഖബറിൽ പോയിട്ട് പിന്നെ എങ്ങനെ പെട്ടെന്ന് ദീന് കൊണ്ടൊരു വെളിച്ചം കിട്ടാൻ പോകുന്നത്? ഒന്ന് ചിന്തിക്കണ്ടേ സഹോദരന്മാർ? അപ്പോൾ മരിച്ചു കഴിഞ്ഞ വീട്ടിൽ ഞാൻ പറയാറ്, അവർക്ക് എന്താണ് ആവശ്യം, ഭക്ഷണം ആവശ്യമുണ്ടോ? തീർച്ചയായും ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോകണം, അത്രയേ ഉള്ളൂ. ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. ചിലപ്പോൾ അവർക്ക് മാനസികാവസ്ഥ ആയിരിക്കില്ല അടുക്കളയിൽ പോയിട്ട് ഉണ്ടാക്കാൻ. അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഒരു 3 ദിവസം ഉണ്ടാക്കി കൊടുക്കുക, തീർന്നു. ആ മരിച്ച വ്യക്തിയുടെ ബന്ധുക്കൾ, ചിലപ്പോൾ മക്കളായിരിക്കും, അല്ലെങ്കിൽ ഭാര്യയായിരിക്കും, ഭർത്താവായിരിക്കും, അവർ വിങ്ങിപ്പൊട്ടുന്നുണ്ടാവും. അവരുടെ അസാന്നിധ്യം, ഖബറിൽ പോയ വ്യക്തി പോയ ശേഷം അവരുടെ അസാന്നിധ്യം അവരുടെ ജീവിതത്തിൽ വലിയ വാക്വം ഉണ്ടാക്കും. വലിയൊരു അഗാധമായൊരു കുഴി നിൽക്കുന്ന പോലെ ഉണ്ടാവും. ആ അവസരത്തിൽ എന്താ ചെയ്യേണ്ടറിയോ? ആ സമയത്ത് ഇങ്ങനെ ചിരിച്ച് കളിച്ച് മറക്കേണ്ട ആവശ്യമൊന്നുമില്ല. മറക്കരുതെന്ന് ഞാൻ പറഞ്ഞു, മറക്കരുത്. ആ അവസരത്തിൽ തന്നെ ഒറ്റയ്ക്കിരുന്ന് റൂം ഒന്ന് പൂട്ടിയിട്ടേ, അല്ലെങ്കിൽ നമ്മളൊക്കെ ഇപ്പോൾ പുരുഷന്മാരാണ്, ഇൻഷാ ഞാൻ ഉടനെ പള്ളിയിൽ പോകും. ഞാൻ പറഞ്ഞു, എൻ്റെ ഭാര്യത്ത് ഖബറടിക്ക് ഉടനെ തന്നെ ഞാൻ ഇൻഷാ ജീവനോടെ ഞാൻ പോവും, ആഫിയത്തോടെ പള്ളിയിൽ പോവും. എന്ത് ചെയ്യണം? അവിടെ ഇരുന്നിട്ട് പൊട്ടി കരയണം. ആരോട്? മനുഷ്യന്മാരോട് കരയരുത്. ദയവ് ചെയ്ത് മനുഷ്യന്മാരോട് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. എല്ലാം ഒരു മഹാഭൂരിപക്ഷം ചുറ്റുപാടുമുള്ളത് കപടന്മാരാണ്. ഒരു ഗുണകാംക്ഷയില്ലാത്ത വ്യക്തികളാണ് മഹാഭൂരിപക്ഷം പേരും. വെറും അവനവൻ്റെ മരണത്തിനെ പറ്റി ഒരു ബോധമില്ലാത്ത ആൾക്കാരാണ് ചുറ്റുപാടുള്ളൊരു സഹോദരന്മാർ. എന്നിട്ട് വെറുതെ സഹതപിക്കും, എന്തെങ്കിലും കുത്തി നോവിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ 2-3 ഡയലോഗ് അടിച്ച് അയ്യോ പാവം, അല്ല കഷ്ടമല്ല, ശരി എല്ലാം അല്ല നോക്കിക്കോട്ടെ, വെറുതെ ഒരു ഡയലോഗ് അടിച്ച് മൂപ്പർ പാട്ടിന് പോകും. അടുത്ത മയ്യത്ത് മലക്കുൽ മൗത്ത് മൂപ്പർ അവിടെ അപ്പോയിൻ്റ് ചെയ്തിന് മൂപ്പർ വീട്ടിലേക്ക്. അത്രയും പോലും ബോധമില്ലാത്ത ഉമ്മത്താണ് നമ്മളപ്പം. ദയവ് ചെയ്ത് കപടന്മാരുടെ വാക്കുകളൊന്നും കേൾക്കാൻ അധികം നിൽക്കണ്ട. നമ്മുടെ വിഷമം അള്ളാഹുവിൻ്റെ അടുത്ത് പറയാം. നമ്മൾ ആരുടെ മുമ്പിൽ കരയരുത് സഹോദരൻ. മനുഷ്യന്മാരുടെ മുമ്പിൽ ആരുടെ മുമ്പിൽ കരയരുത്. അതൊരു മോശമാണ് കരയുന്നത്. അയാൾക്കാർക്ക് നിങ്ങളോട് അസൂയുള്ള ആൾക്കാർക്ക് കുറച്ചൊരു സന്തോഷം തോന്നും. നിങ്ങളെ വളരെ സ്നേഹിക്കുന്ന ആൾക്ക് ദുഃഖവും തോന്നും. അപ്പോൾ ആരോട് മുമ്പിൽ കരയേണ്ട അടുത്ത് അള്ളാൻ്റെ അടുത്ത്. പഠിച്ചോനെ, അള്ളാൻ്റെ അടുത്ത് തഹജ്ജുദിലും സുജൂദിലൊക്കെ അഗാധ കുഴിയിൽ നിന്ന് നമുക്ക് എണീറ്റ് വരണം സഹോദരന്മാർ. ആകെ വിങ്ങി പൊട്ടി കരഞ്ഞാൽ ഒരുപാട് ആശ്വാസം ഉണ്ടാവും. അള്ളാഹുവാണ് സത്യം. ഇതാരും പരീക്ഷിക്കുന്നില്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ മാഹോൽ റഹ്മാൻ്റെ എൻ്റെ ഒരു ന്യായോ എല്ലാം മറന്നു പോകണം. പിന്നെ നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരൊക്കെ വന്നിട്ട് 3 ദിവസം ബിരിയാണി നെയ്ച്ചോറ് പൊരിച്ച് വിട്ട് 4 ദിവസം കഴിഞ്ഞിട്ട് ഇവരൊക്കെ അങ്ങ് വീട്ടിലേക്ക് പോകും, പണിക്ക് പോകും. പിന്നെ ഈ വ്യക്തി ഒറ്റക്കല്ലേ? മരണപ്പെട്ട വ്യക്തി ഒറ്റക്കന്നല്ലേ? നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? അള്ളാഹുവായിട്ടുള്ള ബന്ധം നന്നാക്കാൻ പറ്റുന്നില്ല സഹോദരന്മാർ, വർഷങ്ങളെടുത്തിട്ട് പോലും. അപ്പോൾ ഞാൻ പറയാറ് എല്ലായിടത്തും, നമ്മുടെ ജീവിതത്തിന് 3 ഭാഗങ്ങളുണ്ട്. ഒന്ന്, ഒരുപാട് സമയം ചിന്തയിലായിരിക്കും. രണ്ടാമത്തത്, നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. 3, നമ്മുടെ കാതുകൾ കൊണ്ട് ഒരുപാട് കേൾക്കാറുണ്ട്. ഇതിൻ്റെ പ്രപ്പോർഷൻ നല്ലോണം ശ്രദ്ധിച്ചോ. ജീവിതത്തിൽ ഒന്നുകിൽ കാഴ്ച, 2 കേൾവി, 3 ചിന്ത.
നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങൾ നോക്കിയോ, ഇത് മൂന്നിൽ എന്തെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും, എന്തെങ്കിലും മൂന്ന് ചെയ്യുന്നുണ്ടാവും. ഞാനിപ്പോൾ എല്ലായിടത്തും പറയാറ് എപ്പോഴും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നല്ലത് മാത്രം കാണുക, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കാണാം. രാവിലെ എഴുന്നേറ്റ് സുബഹി കഴിഞ്ഞിട്ട് നടക്കാൻ പോകുമ്പോൾ നല്ല അള്ളാഹിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, പക്ഷികൾ, നല്ല നല്ല രംഗങ്ങളൊക്കെ കാണാം. ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഉംറയ്ക്ക് പോയിട്ട് കഅബ കാണാം. നമുക്ക് നല്ല നല്ല രംഗങ്ങളൊക്കെ എപ്പോഴും കാണും. ടി വി, ന്യൂസ്, പത്രം, അശ്ലീലങ്ങൾ, അവിടെ വ്യഭിചാരം, കൊലപാതകം, അതൊക്കെ ദയവ് ചെയ്ത് നിർത്തുക. കണ്ണിലൂടെ കാണുന്നതൊക്കെ ഉറപ്പാണ് മനസ്സിനെ ബാധിക്കും, മനസ്സിന് ഡിപ്രഷനാവും, നിരാശനാവും. നമ്മൾ തന്നെ തീരുമാനിക്കുന്നു നിരാശനായി, ദുഃഖിതനായി, ഡിപ്രഷനായിട്ട് ജീവിച്ച് നരകിച്ച് മരിക്കണം. അതല്ല, ഏതായാലും എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, എൻ്റെ മകൻ മരണപ്പെട്ടു, ഇനിയിപ്പം അടുത്ത സ്റ്റെപ്പ് മലക്കുൽ മൗത്തിനെ അള്ളാഹു അപ്പോയിൻ്റ് ചെയ്തിന്, അതിനെ അന്തസ്സോടെ ഇസ്സത്തോടെ നേരിട്ടിട്ട് ഞാനുമായി ഖബറിലേക്ക് പോകണം, എന്നിട്ട് അവരെ കൂടെ സ്വർഗത്തിലെത്തണം. അള്ളാഹുയെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക സഹോദരന്മാരെ, അത് എത്ര മനോഹരമായി ജീവിക്കുക. അപ്പോൾ ഈ കണ്ണുകൾ കൊണ്ടിയാൽ ഒന്ന് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കാണാം. രണ്ടാമത്തെ ഖുർആൻ, അള്ളാഹുവിൻ്റെ ഖുർആനുണ്ട് മുന്നിൽ. ആ കണ്ണുകൾ കൊണ്ട് ഖുർആൻ ഓതുക, വായിക്കുക, ഖത്തം തീർക്കുക, തദബ്ബുർ ചെയ്യുക. ഖുർആനോട് ഒരുപാട് സമയം ചെലവഴിച്ച് നോക്ക്. റഹ്മാൻ നബി ഉമ്മത്തി എപ്പോഴാണ് പഠിക്കുക? അത് എല്ലാവരും ദുഃഖിതരായിട്ടാണ് സഹോദരന്മാരെ മുസ്ലിം ഉമ്മത്തിലെ മഹാഭൂരിഭാഗം ജീവിക്കുന്നത്. യാന്ത്രികമായി എന്തൊക്കെയോ നിസ്കാരം, നോമ്പ്, സക്കാത്തൊക്കെ കൊടുത്ത് എന്നല്ലാതെ ദീനിനെ കൊണ്ട് ഒരു ഗുണം 99.9% ഉമ്മത്തിനില്ല ദുനിയാവിലട്ടോ. നാളെ പരലോകത്ത് അവിടെ എത്തിയിട്ട് എല്ലാവർക്കും സ്വർഗ്ഗം കിട്ടട്ടെ, എല്ലാവർക്കും. ഇപ്പം ചിലർ വിചാരിക്കും നിസ്കരിക്കാതെ പോലും സ്വർഗ്ഗം കിട്ടും. അങ്ങനെയാണ് ഫിർഔനും എല്ലാവരും അള്ള സ്വർഗ്ഗത്തിലെത്തുക. അത് അള്ള എന്തേ തീരുമാനിച്ചോട്ടെ, അള്ളാൻ്റെ കഴിവിലാണല്ലോ. അള്ള ഈ ബിലീസിന് വേണ്ടി സ്വർഗ്ഗത്തിലേക്ക് അത് അള്ള തീരുമാനിച്ചോട്ടെ. പക്ഷെ ദുനിയാവിൽ ഉറപ്പ് സഹോദരന്മാരെ 99.9% മുസ്ലിം ഉമ്മത്തിന് ഖുർആനുകൊണ്ട് ഒരു ഹാപ്പിനെസ് ഇല്ല, ഒരു പീസ് ഇല്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല, ഒരു സമാധാനമില്ല, ഒരു സന്തോഷമില്ല, സംതൃപ്തി ഇല്ല. അപ്പോൾ ഞാൻ പറയും, നിങ്ങൾ കണ്ണുകളിനെ കുറച്ചും കൂടി കൂടുതൽ ഉപയോഗിക്കണം. എന്താ? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അള്ളാഹ് ആദ്യം പറഞ്ഞ ഏറ്റവും ഫസ്റ്റ് കമാൻഡ് എന്താ? നിസ്കരിക്ക്, നോമ്പോക്ക്, സംഘടനയെ ചേർ, മെമ്പർഷിപ്പ് എടുക്കുക, ഒന്നുമല്ല കേട്ടോ, ഒന്നുമല്ല. വായിക്ക്, പഠിക്ക്. ഇന്ന് ഓർമ്മശക്തി നിങ്ങൾ ചിന്തിക്കുന്ന ഡിമെൻഷ്യ രോഗം കുറയാൻ പോലും ഒരു പരിഹാരം എന്താ അറിയോ? വായിക്കാനാണ്. സുബ്ഹാനല്ലാഹ്, എന്തൊരു മോഡേൺ സയൻസ് എത്ര പറഞ്ഞാൽ അള്ള നേരത്തെ തന്നെ പറഞ്ഞു വെച്ച് നമ്മുടെ ഉമ്മത്തിന് പറ്റില്ലല്ലോ. നമുക്ക് വായിക്കാൻ മാത്രമേ മടിയുള്ളൂ സഹോദരന്മാരെ. അത് വായിക്കാൻ സമയമുണ്ട്, ന്യൂസ് പേപ്പർ വായിക്കാൻ 1 മണിക്കൂർ, അല്ലെങ്കിൽ കുറേ പുസ്തകം. അപ്പോൾ ഖുർആൻ്റെ മേത്ത് ഒരുപാട് സമയം ചിലവഴിക്കണം. കണ്ണുകൊണ്ട് വായിക്കണം. വായിച്ചു നോക്കുക, ഒരുപാട് ആശ്വാസം. ഞാനൊക്കെ എപ്പോഴും നിങ്ങൾ മരണപ്പെട്ടാൽ എനിക്കൊരുപാട് ദുഃഖം ഉണ്ടാവും, ശരി. പക്ഷേ ഇൻഷാ അല്ലാഹ് അള്ളാൻ്റെ തൗഫീഖ് കൊണ്ട് ഖുർആനുണ്ട്, എനിക്ക് ആഫിയത്തുണ്ട്, ജമാഅത്തുണ്ടെങ്കിൽ ഞാനത് നേരിടും ഇൻഷാ അല്ലാഹ്, ഉറപ്പാണ്. എൻ്റെ ഖുർആൻ എൻ്റെ കട്ടിലെ കിടക്കാൻ അടുത്ത് തന്നെ ഉണ്ടാവും. ഇപ്പോഴും ഞാൻ ഒരു 2 ദിവസം ഭാര്യേൻ്റെ ഉമ്മൻ്റെ കൂടെ ഹോസ്പിറ്റലായി, ഇപ്പോൾ 2 ദിവസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്നുമില്ല, ഖുർആൻ വായിച്ച്, ഖുർആൻ എൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന അടുത്ത കസാലയിൽ വെച്ചിട്ട് കിടന്നുറങ്ങും. സുബ്ഹാനല്ലാഹ്, കിടന്നുറങ്ങി രാവിലെ എഴുന്നേൽക്കും, തഹജ്ജുദ്. അപ്പോൾ ഖുർആൻ ഉണ്ടെങ്കിൽ ഹാപ്പിയാണ് സഹോദരന്മാർ, എപ്പോഴും ഹാപ്പിയാവും, പീസ്ഫുള്ളാവും, സമാധാനം ഉണ്ടാവും. അതിലൂടെ കണ്ടെത്താൻ പഠിക്കണം. നമ്മൾക്കത് പറ്റുന്നില്ലല്ലോ ഉമ്മത്തിന്. എന്നിട്ടോ മരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ദുഃഖിതം. ശരി, നിങ്ങളതിനെ അനുഭവിച്ചു, വേറെ ആരുമില്ല കേട്ടോ. ദുഃഖം ഒറ്റക്കന്നെ വിങ്ങി പൊട്ടണം. ലോകത്തിൽ എന്താരൊക്കെ ഉണ്ടെങ്കിൽ പോലും ആർക്കും ഒന്നും സഹായിക്കാൻ പറ്റില്ല മനുഷ്യ സമൂഹമേ. നല്ലോണം ചിന്തിച്ചോ. അപ്പോൾ കണ്ണുകൊണ്ട് അങ്ങനെയാണ്. രണ്ടാമത്തത് എന്ത് ചെയ്യണം? കേൾക്കണം. എന്താ കേൾക്കേണ്ടത്? നല്ലത് മാത്രം. പടച്ചോനെ, ന്യൂസ് ചാനൽ കണ്ട് ഇയാളെങ്ങനെ, ഇനി ഇന്ത്യൻ്റെ അവസ്ഥ എന്തായിരിക്കും, ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും, ഭരണഘടന മാറ്റം, മറ്റേതാണ്, CA ആണ്, കൊറോണ ആണ്, എന്തൊരു ലോകമാറബേ. രാഷ്ട്രീയം മുഴുവനും കേട്ട് അതൊന്നും ഖബറിലന്ന് രാത്രി പോയി കഴിഞ്ഞാൽ അള്ളാഹു ചോദിക്കാൻ പോകുന്ന ആദ്യത്തെ ചോദ്യം, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാണ്, ഇവിടെ നാട്ടിലെവിടെയായിരുന്നു അല്ലേ, മുഖ്യമന്ത്രി ആരായിരുന്നു അല്ലേ, പ്രധാനമന്ത്രി ആരായിരുന്നു, ആണോ ഇവരായിരുന്നോ? എന്താ ഉമ്മത്തെ, എന്തൊരു മനുഷ്യ സമൂഹമാണ്. ഒഴിവാക്ക്. നിങ്ങൾ നല്ല പ്രഭാഷണങ്ങൾ കേട്ടു, നല്ലത് കേട്ടാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തികളുടെ പ്രഭാഷണം കേട്ടാൽ മതി, ആശ്വാസം കിട്ടും, സമാധാനം കിട്ടും. നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷമം തോന്നുമ്പോൾ നല്ല ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് ഉണ്ട് ഒരുപാട്. ഇവിടെ കേരളത്തിൽ അത് വളരെ വളരെ കുറവ്. നല്ല പണ്ഡിതന്മാരധികം സംസാരിക്കുന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലും അങ്ങനത്തെ വലിയ അനാവശ്യമായ കാര്യങ്ങളൊക്കെ സംസാരിക്കുക. അപ്പോൾ നല്ല ഇംഗ്ലീഷ് സ്പീച്ചസ് കിട്ടും, അത് കേൾക്കും, അത് കേട്ടോ. ഒന്നുമില്ലെങ്കിൽ ഞാൻ ചെയ്ത് നല്ല ഖുർആൻ ഖിറാത്ത് കേൾക്ക്. നല്ല രസമാണ് സഹോദരന്മാരെ. ഖുർആൻ ഖിറാത്ത് കാറിൽ വെച്ചിങ്ങനെ പോകുമ്പോൾ നല്ല സമാധാനം തന്നെയാൽ ഹൃദയത്തിലേക്ക് വരും. അതിന് പരീക്ഷിച്ച് നോക്കണേ. ഇത് ഞാൻ എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരുടെ നിങ്ങളാരും കുടുംബക്കാരും മരിക്കും അപ്പോഴെങ്കിലും പരീക്ഷിക്കണേ. അപ്പോൾ നിങ്ങൾ നിരാശരായിട്ട് നിങ്ങൾക്ക് സ്ലീപ്പിംഗ് പിൽസ് കഴിച്ച് കിടക്കുന്ന ഗതികേട് ആവരുത്. അതുകൊണ്ട് മാത്രമേ പറയുന്നത്. അപ്പോൾ
കേൾവിയാണ്. ഈ കാഴ്ചയും കേൾവിയും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കാണാൻ, അള്ളാഹുവിൻ്റെ കൂടുതലെടുക്കാൻ, അള്ളാഹുവിൻ്റെ ജമാഅത്തിലൂടെ സന്തോഷം കണ്ടെത്താൻ, അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ ഹാപ്പിനെസ് കണ്ടെത്താൻ അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിന്ത എന്നുള്ള ഭാഗം കുറഞ്ഞു വരും സഹോദരന്മാരെ. ചിന്ത കുറയും. ഇത് ചിന്തിക്കുകയാണെങ്കിൽ തന്നെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തെപ്പറ്റി, അള്ളാഹുവിൻ്റെ സ്വർഗത്തിൻ്റെ മോഹിച്ചിട്ട് അള്ളാഹുവിനെ നരകത്തെ തൊട്ട് കാക്കണേ റഹ്മാനെ. വലിയ ഇടയ്ക്കിടയ്ക്ക് ഖബർ സിയാർത്ത് ചെയ്ത് നോക്കും. ഞാനിപ്പോൾ ഖബർ ഇടയ്ക്കിടയ്ക്ക് എല്ലാ ജുമാക്ക് ചെയ്യുന്നതോടെ ഖബർ നല്ലൊരു തൊട്ടടുത്ത സ്ഥലമായി മാറി, എൻ്റെ ജീവിതത്തിൻ്റെ വലിയ ഭാഗമായിട്ട് മാറി. എപ്പോഴാണ് അങ്ങോട്ടേക്ക് പോകേണ്ടത്, എൻ്റെ ബാധ്യതകൾ കഴിഞ്ഞാൽ ഉടൻ അള്ളാഹുവെ ഞാൻ ഉടൻ അങ്ങോട്ടേക്ക് വരും. റഹ്മാനെ റബ്ബെ, സന്തോഷമുണ്ടാവും സഹോദരന്മാർ. ബാധ്യത നിറവേറ്റ അള്ളാഹു എന്താണോ ജീവിതമാണ് ഈ ജീവിതം എന്താ റബ്ബെ, അല്ലെങ്കിൽ നീ വിളിച്ചോളൂ. ഒരു മടിയില്ല, ദുനിയാവിൽ ഒട്ടിപ്പിടിച്ച് കിടക്കണം, ഒരു ആഗ്രഹമില്ല റബ്ബെ. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തണം സഹോദരന്മാർ. നമ്മളെ കുഴപ്പം, മിക്ക ആൾക്കാരുടെ കുഴപ്പം എന്താ അറിയുമോ? നമ്മുടെ കണ്ണുകൾ കൊണ്ട് മര്യാദയ്ക്ക് ഖുർആൻ ഓതി പഠിച്ച് വെച്ച് തദബ്ബുർ ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാക്കി വെച്ചിട്ടില്ല. കാതുകൾ കൊണ്ട് മര്യാദയ്ക്ക് ഒരുപാട് ഖിറാഅത്ത് കേട്ട ആസ്വാദനം, അല്ലെങ്കിൽ നല്ല നല്ല പ്രഭാഷണത്തിലൂടെ സമാധാനം, അതും നമ്മളാക്കി വെച്ചില്ല. അപ്പോൾ ബാക്കിയുള്ള സമയത്ത് മൊത്തം എന്താ സംഭവിക്കുന്നത്? ചിന്തയുടെ ലോകത്തിലേക്ക് മാത്രം ജീവിക്കുന്നു ഒരുപാട് പേര്. എന്തൊക്കെയാണ് ചിന്തിക്കാൻ പോകുന്നത്? കഴിഞ്ഞ കാലങ്ങളോർത്ത് പിന്നെയും ചിന്തിച്ച് ഇപ്പോൾ എൻ്റെ കൂടെ ആ വ്യക്തി ഇല്ലാലോ എന്നോർത്ത് ദുഃഖിച്ച് ഞാൻ നാളെ എങ്ങനെ അവരില്ലാതെ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കളില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും? ചിന്തിച്ച് ചിന്ത മാത്രമായി പോകുന്ന സഹോദരന്മാരെ, ഡിപ്രഷനിലേക്ക് എത്തും. ഉറപ്പ്. ആരാണ് ചെയ്യുന്നത്? അവനവൻ. അള്ളാഹുവില്ല കേട്ടോ. ഒരു കാര്യം പോലും അള്ളാഹുവിനെ ദയവ് ചെയ്ത് ആരും കുറ്റപ്പെടുത്തരുത്. അള്ളാഹുവിൻ്റെ വിധി അള്ളാഹുവിനറിയാം. അള്ളാഹുവിന് എൻ്റെയും നിങ്ങളുടെ സ്വഭാവം വെച്ച് അറിയാം. ഇന്നിന്ന അവസരത്തിൽ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അള്ളാഹ്ക്ക് നല്ലവണ്ണം അറിയാം. ഇന്നിന്ന അവസരത്തിൽ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് അള്ളാഹു ഖദറിൽ എഴുതി വെച്ച് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞു. നിങ്ങൾ എന്നിലേക്ക് പ്രതീക്ഷ അർപ്പിച്ച് എൻ്റെ സ്മരണയിൽ നിങ്ങൾ സമാധാനം കണ്ടെത്തി, നിങ്ങൾ ജമാഅത്തിനായിട്ട് കൃത്യമായിട്ട് പോയി ഖുർആനായി ആഴത്തിൽ പഠിക്കുകയും ചിന്തിക്കുകയും സമയം കണ്ടെത്തി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ ബെനിഫിഷ്യറി ഞാൻ തന്നെയാണ്. എനിക്ക് സന്തോഷം, സമാധാനം, സംതൃപ്തിയും ഗൈനൻ നഫ്സ് ഇട്ടുതരും. അത് ഭാര്യ ഉണ്ടായാലും ഇല്ലെങ്കിലും, മക്കളുണ്ടായാലും ഇല്ലെങ്കിലും, എന്തായാലും അള്ളാഹു ഇട്ടുതരും. നിങ്ങൾക്കിതിലൊന്നും താല്പര്യമില്ല, നിങ്ങൾക്ക് ഖുർആൻ പഠിക്കാനും ചിന്തിക്കാനും കേൾക്കാനും ഒന്നും താല്പര്യമില്ല, നിങ്ങൾ ചിന്തയുടെ ലോകത്തിൽ തന്നെ ജീവിക്കണമെങ്കിൽ ജീവിച്ചോ. നിങ്ങൾ ദുഃഖിതരായിട്ട് തന്നെ ജീവിതം മുഴുവൻ ജീവിച്ചു തീർക്കണം സഹോദരന്മാരെ. എങ്ങനത്തെ ജീവിതം വേണോ അത് അള്ളാഹു സ്വതന്ത്രമായിട്ട് എനിക്കും നിങ്ങൾക്ക് തീരുമാനിക്കാനുള്ള അധികാരം ഇന്ന് എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ദയവ് ചെയ്ത് അവനവൻ്റെ കണ്ണും കാതും നല്ല വിധത്തിൽ ഉപയോഗിച്ച് നല്ല ചിന്തയിൽ ജീവിച്ചു കഴിഞ്ഞാൽ ഈ ദുനിയാവ് തന്നെ നമ്മൾക്കൊരുപാട് സമാധാനം, സംതൃപ്തിയും സന്തോഷത്തോടെ ജീവിച്ച് നല്ല ഈമാൻ്റെ അവസ്ഥയിൽ, മരണത്തിനെ പ്രതീക്ഷിച്ചിരുന്ന് നല്ല ഈമാൻ്റെ അവസ്ഥയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരണപ്പെട്ട് നമ്മളൊന്നും കൂടി അള്ളാഹു കുടുംബസമേതം എല്ലാവരും അവിടെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാൻ റബ്ബെ, സംസാരിക്കുന്നവർക്കും കേൾക്കുന്ന ഓരോരുത്തർക്കും നല്ല ബോധം ഇട്ട് കൊടുക്കണം റബ്ബെ. അള്ളാഹുവിൻ്റെ കൂടുതൽ അടുക്കാൻ നമ്മുടെ കണ്ണുകളും കാതുകളും ഉപയോഗിച്ചും എപ്പോഴും നല്ല ചിന്തയിൽ അള്ളാഹിനെ പറ്റി ഏറ്റവും കൂടുതൽ ഹുസ്നുള്ളന്നോട് തന്നെ ജീവിതം മുഴുവനും ജീവിച്ച് ഏറ്റവും നല്ല ഈമാൻ്റെ അവസ്ഥയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്ന ആളെ പരലോകത്ത് അള്ളാഹു നമ്മളെല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ റബ്ബെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.